ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ടെലിഗ്രാം തുറന്നു വെച്ചാൽ അതിൽ ഏതോ റാൻഡം ഗേളിന് ഞാൻ ഐ ലവ് യു മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താ പ്രശ്നം? എന്തായി? ഇപ്പൊ ഞാൻ കാരണം എനിക്കൊരു പ്രപ്പോസൽ, ഒരു റിലേഷൻ സെറ്റ് ആയില്ല. What is up fam? Welcome back to another episode of Anjal Sultan Live. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് നല്ലൊരു ദിവസമാണെങ്കിൽ you all should be having an amazing, super, happy, duper day guys, and welcome back to another vlog. We have the most beloved Anjal Sultan back in the game. Black shirt ഉണ്ട്, തമിഴ്ന വാച്ച് ഉണ്ട്, റീൻസ് ഉണ്ട്, ബ്രൗൺ പാൻറ് ഉണ്ട്, നല്ല ഷൂസ് ഉണ്ട്. ആൻഡ് ഹൗസ് മൈ ട്രിപ്പ് ഗൈസ്? കമൻറ്റ് ഡൗൺ ബിലോ, റേറ്റ് എൻ്റെ ട്രിപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ജുമൈലിനെ മീറ്റ് ചെയ്യണം. ജുമൈലിനെ മീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നേരെ പെരിന്തൽമണ്ണ പോകേണ്ടത്. പെരിന്തൽമണ്ണ നമ്മൾ എം ലോഞ്ചിൻ്റെ ഒരു ഷോപ്പ് പോയിട്ട് അവിടെ നമുക്ക് കുറച്ച് ഷൂട്ട് ഉണ്ട്. സോ ഗൈസ് ടുഡേ ഈസ് എ ഷൂട്ട് ഡേ. അപ്പോൾ ഷൂട്ട് ഡേയിൽ എൻ്റെ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് സുൽത്താനിയൻസ്. ആൻഡ് ഐ വോണ്ട് യു ഓൾ ടു ഗോ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ റൈറ്റ് നൗ. ഇപ്പം ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരോടും പോയിട്ട് സുൽത്താനിയൻസിൽ മെമ്പർ ആവും, ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ ഒരു റെവല്യൂഷൻ്റെ പാർട്ടാക്കിയാണ് മാറ്റുക. സോ ഗൈസ് ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ്സ് സീ. എന്താണ് ഷൂട്ട് എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് എന്തൊക്കെ മെസ്സേജസ് വരെ അയച്ചിരുന്നു, ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് ഡേയിൽ ഐ വോണ്ട് യു ഓൾ ടു കം വിത്ത് മീ. കം ഓൺ ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മളിപ്പോൾ ഷൂട്ടിന് വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണയുള്ള മാറ്റിലാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് എനിക്ക് കിട്ടിയ കോസ്റ്റ്യൂമാണ് എന്താ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ രണ്ട് ടൈപ്പ് സെലക്ഷൻ ഉള്ളത്. ഒന്ന് ചോദിച്ചാൽ പോലെ കോസ്റ്റ്യൂം അറ്റൻഡ്. അതിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് കോസ്റ്റ്യൂമിൽ വേറെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ അറ്റൻഡയിലും വേറെ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. വെയ്യം നമ്മൾ എത്ര ദൂരം വന്നിട്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം. നമുക്ക് ഇനിയൊരു ഫുള്ള് റീൽ എടുക്കാനുണ്ട്. ഇതൊക്കെ ഫുള്ള് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഇനി വെർട്ടിക്കൽ നമുക്ക്. സോ ഗൈസ് ഞാൻ കോസ്റ്റ ഡ്രസ്സ് ട്രെൻഡിങ്ങിൽ ഇട്ടാണ് വന്നപ്പോൾ ഒരാൾ ആദ്യമേ അത് ഇട്ടാണ് വന്നത്. അതാണ് ട്രെൻഡിനനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നതാണ് ജുമൈൽ. ട്രെൻഡിനനുസരിച്ച് അപ്ഡേറ്റ് ആവും ജുമൈൽ. നിങ്ങൾ എന്ത് പുതിയ ട്രെൻഡ് ഇറക്കിയാലും അതൊക്കെ അതിൻ്റെ മുന്നേ ജുമൈൽ ഇവിടെ നാട്ടിൽ ഇറക്കി പോയിട്ടുണ്ടാവും അല്ലേ ജുമൈൽ? അല്ലേ ജുമൈൽ ഓൺ സ്പോട്ട് ട്രെൻഡ്. നമ്മൾ ഇപ്പോൾ ഷൂട്ടിന് പോയാലൊക്കെ ഏതൊരു ഷോപ്പിൽ ഷൂട്ടിന് പോകുകയാണെന്നുണ്ടെങ്കിലും മിനിമം ഒരു 10-12 ഡ്രസ്സ് നമ്മൾ മാറ്റണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഷോപ്പിൽ പോയി പ്രൊമോഷൻ ചെയ്യുന്നു, പൈസ വാങ്ങുന്നു, പ്രൊമോഷൻ ചെയ്യുന്നു, പൈസ വാങ്ങുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇരുന്നിട്ട് ഡ്രസ്സ് മാറ്റണം, ഡ്രസ്സ് വാങ്ങണം, ഡ്രസ്സ് കിട്ടും, ഡ്രസ്സ് വാങ്ങണം. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ കണ്ടന്റുകളിലേക്ക് കൊണ്ടുവരുന്നത്. സോ സുൽത്താനിയൻസ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് റൈറ്റ് നൗ. സബ്സ്ക്രൈബ്. നെക്സ്റ്റ് എൻ്റെ ജീവിതം ഇനിയും ഡ്രസ്സ് മാറ്റാൻ മാത്രം ബാക്കി. അതാകത്തെ മസിൽ ഒരു കോമഡി. നമ്മൾ ഡ്രസ്സ് മാറ്റണം. അപ്പോൾ ഏറ്റവും വലിയ ഫോർമൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് ഷൂസ് ചെയ്താണ്. ഈ ഷൂവിന് ഞാൻ ഇട്ട് വന്നില്ല. അപ്പോൾ അത് ഫോർമൽക്ക് മാച്ച് ഉണ്ടാവില്ല. ഇത് നമ്മൾ അവിടെ വെച്ചേക്കേണ്ടിരിക്കുന്ന ഷൂ ആണ്. ഇത് ഷൂക്ക് ഇന്നെ ഇറക്കി വെച്ചാൽ വേണ്ടിയിട്ട് കാലിങ്ങനെ രണ്ടാൾക്കാരെ കൊള്ളാനുള്ള സ്ഥലം കണ്ടിട്ട് ഈ പാനിലിടുമ്പോൾ എനിക്കെന്താ ഓർമ്മ. ഇവിടെ നിന്നിട്ട് മേലേക്ക് നല്ല വീല ചൂട വരാം. അടിയൊക്കെ അങ്ങോട്ട് നോക്കിയാൽ മറ്റൊരു എന്തിനാണ് പിണക്കമെന്ന് ഓളറിയാൻ ആളെ മനസ്സിലായ ഒരു കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും. ആരാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഈ ഡ്രസ്സിങ് കളേഴ്സാണ്. ഇത് ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടണോ എന്താ നിങ്ങളുടെ അഭിപ്രായം? സുൽത്താനിയൻസ് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യില്ല. അത് ജുമയിലാണ് എന്നോട് പറഞ്ഞത് ഡ്രസ്സ് രസമുണ്ട്. ശരിക്കും രസമുണ്ട്. ഞാൻ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം അമലുവിൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അമലുവിൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ റൂമിൻ്റെ വീടിൻ്റെ മേലെ ഇങ്ങനത്തെ ഒരു ഫ്ലോറുണ്ട്. അപ്പോൾ ഈ ഫ്ലോറിൽ ഇവിടെ ഇങ്ങനെ മറച്ച് വെച്ചുകൊണ്ട് ഇവിടെ ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ടെലിഗ്രാം തുറന്നു വെച്ചാൽ അതിൽ ഏതോ റാൻഡം ഗേളിന് ഞാൻ ഐ ലവ് യു മെസ്സേജ് അയക്കുന്നുണ്ട്.
ഇത് എന്താവും എനിക്കറിയില്ല. ഓ ഇവിടെ എന്തൊക്കെ ഗെയിം ഡൗൺലോഡ് ആക്കിയിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്താവും എനിക്കറിയില്ല. ഓരോ റിയാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റിപ്ലൈ വന്നു കഴിഞ്ഞാൽ അമല് വന്നിട്ട് എന്നെ കൊല്ലുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ബട്ട് ദിസ് ഈസ് പ്രാങ്ക് ഫോർ യു അമൽ. ഈ വീഡിയോ ഈ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ പേര് ഞാൻ ബ്ലറാക്കിയാണ്. ബട്ട് ഐ ജസ്റ്റ് സെൻഡ് ദം എ ഐ ലവ് യു. അതാരാണ് എന്താണ് ഒന്നും എനിക്കറിയില്ല. ആ കുട്ടി ഞാൻ എന്ത് വിചാരിക്കുന്നു എനിക്കറിയില്ല. ഇങ്ങനെ പോലെ ഗേൾ ഫ്രണ്ട് ആണോ എന്നും എനിക്കറിയില്ല. ബട്ട് ഐ ഡെഫിനറ്റ്ലി സെൻഡ് ദം എൻ ഐ ലവ് യു ടെക്സ്റ്റ് ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഗൈസ് ഇന്നലെ നമ്മൾ ചെയ്ത സംഭവത്തിന് ഞാൻ കോൺസിക്വൻസസ് ഉണ്ടാവും എനിക്ക് തോന്നിക്കണേ. എന്തിന് ദേഷ്യത്തിലാ? ഞാൻ ഇവിടെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരാൾ അടിയിൽ തന്നെ ചൂടാവുന്നുണ്ട്. പെട്ടെന്ന് എന്താണ് എന്താണ് എന്താ കാര്യം പറയും? എന്താ പ്രശ്നം? എന്തായി? കാര്യം എന്താ പറയാ? എന്താ കാര്യം എന്താ പറയാ? ആർക്ക് മെസ്സേജ് അയക്കുക? ഇന്റെ മറ്റോക്കോ? ഇന്റെ മറ്റോക്കോ അന്റെ കുട്ടിയുടെ ആർക്കാ മെസ്സേജ്? ഇന്റെ അണ്ടിയോ? എന്താ ഉണ്ടായതെന്നൊന്ന് പറഞ്ഞല്ലോ. നമ്മള് അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി തുറന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഫോൺ അങ്ങനെ ഓൺ ആക്കിയിട്ടാണ് പോലുണ്ട്. അമൽ ഇത്രയൊക്കെ ചൂടാവും. നിങ്ങൾ അമൽ ഫാൻസ് ഇതിലുണ്ട്, അമലിന്റെ വീഡിയോസ് കാണലുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ചോളി. അമലിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. നിങ്ങളൊക്കെ കല്യാണം കഴിക്കണതിന്റെ മുന്നേ ആലോചിച്ചോളി. ഒരു കുട്ടിക്കോ അവന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ? തിരിച്ച് ഐ ലവ് യു പറഞ്ഞ? ഇപ്പൊ ഞാൻ കാരണം എനിക്കൊരു പ്രപ്പോസൽ, ഒരു റിലേഷൻ സെറ്റ് ആയില്ല, ഒരു ഐ ലവ് യു കിട്ടിയില്ല. എന്നാലും ഒരു ഐ ലവ് യു കിട്ടിയില്ലേ? ഒരു ഐ ലവ് യു കിട്ടിയില്ലടോ. അപ്പൊ ഡിലീറ്റ് ആക്കിയില്ല? ഇടാക്കെ ഒരു മിനിറ്റ്, സോറി. സോ ഗൈസ് അതാണ് നമ്മള് ഇനിയും അമലോ ഇതുകൊണ്ടായിട്ടില്ല, അന്നെ പിടിക്കാൻ ഇനിയും ഞാൻ വരുന്നുണ്ട്. ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും അതേപോലെ എല്ലാത്തിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് എല്ലാവരും പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമലുവിനെ പ്രാങ്ക് ചെയ്യണം. സോ ഗൈസ് ഡെഫിനറ്റ്ലി അമലു ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശ്രദ്ധിച്ചു മോനെ, ഞാൻ വാക്ക് തരാം. ഞാൻ അഷ്റഫിന് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു പണി തന്നിരിക്കും. അതും ചെറിയ പണിയൊന്നുമല്ല, ചില്ലറ പണിയല്ല. അതിന് വലിയ വലിയ കോൺസിക്വൻസസ് ഞാൻ തന്നെ സഹിക്കേണ്ടി വരും. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഷോർട്ട് വ്ളോഗാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ എ ന്യൂ മെമ്പർ ഈസ് കമ്മിങ് ഗൈസ്. ലൈക്ക് ലിറ്ററലി ന്യൂ കുഞ്ഞിക്കാലം നമ്മുടെ ഫാമിലിയിൽ വന്നിങ്ങനെ ഗൈസ്. സോ ലൈക്ക് അത് എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മാക്കല്ല കേട്ടോ, എൻ്റെ ഉമ്മ കുറച്ച് പ്രായമുണ്ട്. അപ്പോൾ ഉമ്മാക്കല്ല, വേറെ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് നമുക്ക് ഏറ്റവും ലൈക്ക് മോസ്റ്റ് ബിലവഡ് ആയിട്ട് നമ്മൾ കാത്തു നിന്നൊരു ചെറിയ കുഞ്ഞിക്കാല് ഫൈനലി ഈസ് ദേർ ഇൻ അവർ ഫാമിലി. അപ്പം ആ ഒരു കുഞ്ഞിക്കാല് ഇപ്പം കറൻ്റ്ലി ആ കുഞ്ഞിക്കാലുള്ളത് നമ്മൾ കാസർഗോഡിലാണ്. അപ്പം ബൈ ദ ടൈം ഞാൻ ഈ വീഡിയോ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ബൈ ദ ടൈം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ നാളെ കാസർഗോഡിലുണ്ടാവും. ഞാനും എൻ്റെ സിബ്ലിങ്സും എല്ലാവരും നാളെ കാസർഗോഡ് ഉണ്ടാവും. അപ്പം എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി നാളെ നമ്മൾ കാസർഗോഡേക്ക് പോകണം. അത് നാളെ രാവിലെ 5 മണിക്ക് എണീക്കണം, 4 മണിക്ക് എണീക്കണം. 5 മണിക്ക് നമുക്ക് ഇവിടുന്ന് ട്രെയിൻ പരപ്പനങ്ങാടി. അപ്പം സൂപ്പർ എക്സൈറ്റഡ് ടു മീറ്റ് ദിസ് ലിറ്റിൽ ബേബി. കാരണം നമ്മുടെ ഫാമിലിയിൽ കുറേ കാലത്തിന് ശേഷം എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഇപ്പം അങ്ങനെ ആരും പ്രസവിക്കില്ല, എന്താ എനിക്കറിയില്ല. അപ്പം അതൊരു കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മളെ ഫാമിലിക്ക് ഇങ്ങനെ ഒരു കുട്ടി വരുന്നത്. അപ്പോൾ ലൈക്ക് എവ്രിബഡി ഈസ് എക്സൈറ്റഡ്, എല്ലാവരും ഹാപ്പിയാണ്. അതേപോലെ തന്നെ ആ ഒരു കുട്ടി എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും ചെറുത്. അപ്പോൾ അതിനെ കാണാൻ പോകുന്നതും അതിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഗിഫ്റ്റ് കൊടുക്കുന്നതും, അത് കൊടുക്കുന്ന ടൈമിൽ എൻ്റെ കസിൻ്റെ ഫേസിലുള്ള സന്തോഷം, ലൈക്ക് എൻ്റെ ലൈഫിൽ ഈ ഒരു കസിൻ എന്ന് പറയുന്നത് എനിക്ക് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കസിൻ. അപ്പം ലൈക്ക് നമുക്ക് ചെറുപ്പം മുതൽ തന്നെ ചില കസിൻസിനോട് കുറച്ച് കൂടുതൽ ഇക്ക ഉഫിയാക്ക നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തരും, നമുക്ക് മുട്ടായി വാങ്ങി തരും, നമ്മളവിടെ നിൽക്കാൻ പോകും. നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കാൻ പോകുന്നൊരു കസിനില്ലേ ചെറുപ്പത്തിൽ, ആ മുഫിയാക്കാനോടൊക്കെ നിൽക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി നിൽക്കുന്ന ഒരു കസിൻ. അപ്പോൾ ആ കസിനാണ് ഫൈനലി കുട്ടീനെ. പക്ഷേ കുട്ടീൻ്റെ അതിന് ചെക്കൻ കുറച്ച് ഒരു ഏജൊക്കെ ആയിക്കണേ, ഏകദേശം 29-30 വയസ്സൊക്കെ ആയിക്കണേ. അവൻ ദുബായിലായിരുന്നു.
അപ്പോൾ ഗൈസ് ഐ കാൺ ജസ്റ്റ് വെയിറ്റ് ടു ഗോ മീറ്റ് ദറ്റ് ബേബി. അതാവും നമ്മളെ നെക്സ്റ്റ് വ്ളോഗിലെ കണ്ടന്റ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. കാരണം ഫാമിലീൻ്റെ കൂടെ ട്രെയിനിൽ പോണത് നമ്മൾ ലാസ്റ്റ് 3 ഇയർ മുന്നേ ഡൽഹിക്ക് മണാലി പോകാനും വേണ്ടി ഫാമിലി ഒന്നായിട്ട് പോയത്. അതിൻ്റെ ശേഷം നമ്മൾ പോയിട്ടില്ല. സോ ഗൈസ് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ടുമാറോ. നാളെ ആ കുട്ടീനെ പോയിട്ട് കാണണം. ആൻഡ് ഐ വിൽ ഷോ യു ദ ഹോൾ തിങ്. പിന്നെ കാസർഗോഡ് അടിച്ച് പൊളിക്കാം. കാസർഗോഡ് അടിച്ച് പൊളിക്കാൻ പോവില്ല, പക്ഷേ കാസർഗോഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓൺ ദ വേ നമുക്ക് കുറേ ആൾക്കാരെ മീറ്റാക്കാം. നമ്മളെ ലൈക്ക് സിബ്ലിങ്സിൻ്റെ വീഡിയോസ് കാണുന്നവരെ നമുക്ക് മീറ്റാക്കാം. ആൻഡ് ഗൈസ് കാസർഗോഡ് ഹിയർ ഐ കം. ബൈ ദ ടൈം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പം ഞാൻ കാസർഗോഡിൽ ഉണ്ടാവും. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വ്ലോഗ്. ആൻഡ് സുൽത്താനിയൻസ് പിന്നെ നമ്മൾ കഴിഞ്ഞ വന്ന ലൈവിൽ അടിപൊളി റെസ്പോൺസ് ആയിരുന്നു. ആൻഡ് സുൽത്താനിയൻസ് ഐ വോണ്ട് യു ഓൾ ടു ഗോ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. സ്മാഷ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ അടിച്ച് പൊട്ടിക്ക്. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുൽത്താനിയൻസ് എന്നുള്ള ഈ ഒരു റെവല്യൂഷൻ്റെ ഭാഗമാക്കാൻ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഫാമിലിനോട് എല്ലാവരോടും പറഞ്ഞിട്ട് ഷെയർ ചെയ്യുക. വാട്സപ്പിൽ പോയിട്ട് സ്റ്റാറ്റസ് ഇടുക, ഇൻസ്റ്റയിൽ പോയിട്ട് സ്റ്റോറി ഇടുക. എല്ലായിടത്തും സുൽത്താനിയൻസ് ഒരു ഭാഗമാക്കുക. ആൻഡ് ഗൈസ് വി നീഡ് ടു ഡു ദി ബിഗ്ഗസ്റ്റ് മീറ്റ് ആൻഡ് ഗ്രീറ്റ്. അതാണ് നമ്മുടെ സ്വപ്നം. സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ എൻ്റെ നേരമായി. ഞാൻ ഓൾറെഡി ടയേർഡാണ്, ഉറക്കം വന്നിട്ട് നിൽക്കാൻ വയ്യ. പിന്നെ ഇപ്പം ഞാൻ എഡിറ്റിങ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം എത്ര മണിയായി? ഞാൻ നിങ്ങൾക്ക് ടൈം അടിച്ചത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് ഇത് നോക്കി ടൈം ഇപ്പോൾ എത്ര വായിക്കുക? ഏകദേശം 4 മണിയാവാനായി. 3:58. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടി എത്ര എൻ്റെ ഉറക്ക് സാക്രിഫൈസ് ചെയ്യുന്നത്, എൻ്റെ ഫുഡ് സാക്രിഫൈസ് ചെയ്യുന്നത്, എൻ്റെ ടൈം, എൻ്റെ ഫാമിലി, എൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നു. സോ പ്ലീസ് ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഫോർ മീ. I love you all, Sultanians. See you in the next vlog. Until then, Ashaviska.